പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട 8ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഒരുക്കിയതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പകൽക്കാലം നമുക്കായിരിക്കാൻ തക്കവണ്ണം നമ്മെ പേര് ചൊല്ലി വിളിച്ച് ഈ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വിശുദ്ധ ദിവസം ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കുറവുകളും പോരായ്മകളുമെല്ലാം ദൈവം വെളിപ്പെടുത്തി നമ്മോട് സംസാരിച്ചു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നാം കർത്താവിനെ അധികമായി സ്നേഹിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ നൽകിയതുപോലെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവനെ നൽകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നത്. അവസാന ശ്വാസം പോകുന്നത് വരെയും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. യൂദയെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതായ പ്രവൃത്തികൾ നമ്മിൽ ആരിലും വരാതെ വണ്ണം ദൈവം നമ്മെ നിലനിർത്തുമാറാകട്ടെ. നിർമ്മലമായിട്ടുള്ള ഹൃദയം നൽകി സ്ഥിരമായൊരാത്മാവിനെ നമ്മിൽ പുതുക്കി ദൈവം വഴി നടത്തുമാറാകട്ടെ. കടന്നു വന്നതായിട്ടുള്ള എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പകൽക്കാലമായിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാം കൂടി വരുന്നതൊന്നും വെറുതെ അല്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ നാം പ്രാർത്ഥിക്കുന്നതിനൊക്കെയും മറുപടി നൽകി നമ്മെ വഴി നടത്തുന്നുണ്ട്. ഇന്നും അനവധി വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമാറാകട്ടെ. ഇന്ന് വലിയ അനുഗ്രഹം ദൈവം ചൊരിയുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊന്നും തടസ്സമായി തീരാതെ, അവിശ്വാസവും അനുസരണക്കേടുകളൊന്നും തടസ്സമായി തീരാതെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമാറാകട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നതാണ്. ഓരോ ദിനങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ്. നമ്മൾ അവിശ്വസ്തരും അനുസരണം കെട്ടവരും കൊള്ളരുതാത്തവരുമാണ്. എന്നാൽ ദൈവം നമ്മെ നല്ലതാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ദൈവം നമ്മെ ആലയത്തിൽ നട്ടത് നാം വിശിഷ്ട മുന്തിരിവള്ളിയായി തീരേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ നട്ടവനൊരു കുഴപ്പമില്ല. നട്ടത് നല്ല മുന്തിരിവള്ളി തന്നെയാണ്. പക്ഷേ കാട്ടുമുന്തിരിങ്ങയായി നമ്മൾ തീർന്നു, അതിൻ്റെ തൈയായി തീർന്നു എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിച്ചതായിട്ടുള്ള അനുഗ്രഹം വളരെ വലുതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹവും വളരെ വലുതാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചതുപോലെ നമുക്ക് ആയിത്തീരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നാം നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം നാം പ്രവർത്തിക്കുകയും ദൈവത്തെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവരായി തീരണം. നല്ല മുന്തിരിയായി ദൈവം നമ്മെ നട്ടു. നല്ല ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മെ നട്ടു. ആറ്റരികത്ത് നമ്മെ നട്ടു. പക്ഷേ വൃക്ഷമെല്ലാം വളർന്നു, മുന്തിരിവള്ളിയെല്ലാം വളർന്നു. പക്ഷേ അത് കാട്ട് മുന്തിരിവള്ളിയായി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവമേ നല്ല മുന്തിരിവള്ളിയായി എന്നെ നീ തീർക്കുമാറാകണമേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ.
നല്ല ഫലം കായ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരിക്കലും ലോകസ്നേഹം കടന്നു വരുവാൻ ഇടവരരുതേ, അഹങ്കാരം കടന്നു വരുവാൻ ഇടവരരുതേ. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ, ഏറ്റവും താഴ്മയുള്ളവരായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് നാം നല്ല മുന്തിരിവള്ളിയായി തീരണമെന്നുള്ളതാണ്. നാം നല്ല ഫലം കായ്ക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു ഉറവിൽ നിന്ന് മധുരമുള്ള വെള്ളവും അതേ ഉറവിൽ നിന്ന് കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരികയില്ല. ഒരു ഉറവിൽ നിന്ന് മധുരം വരും, അല്ലെങ്കിൽ കയ്പുള്ള വെള്ളം വരും. ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചത് കയ്പുള്ള വെള്ളം പുറപ്പെടുവിക്കുവാനല്ല, മധുരമുള്ള വെള്ളം പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പഠിപ്പിക്കുന്നത്, എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നുള്ളതാണ്. അപ്പോൾ ജീവജലത്തിൻ്റെ നദികൾ നമ്മിൽ ഒഴുകണമെങ്കിൽ നാം നല്ല മുന്തിരിവള്ളിയായി തീരണം. നല്ല മുന്തിരിവള്ളിക്ക് മാത്രമേ നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നല്ല ഫലം കായ്ക്കണമെങ്കിൽ നാം സർവശക്തനായ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. ദൈവവചനം പഠിപ്പിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സർവശക്തനായ ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. അല്ല എങ്കിൽ ദൈവം നമ്മെ തള്ളിക്കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു പോകാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 22-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്കായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് ഈ വചനം നാം വായിക്കുന്നത്. അവിടുത്തെ അന്നത്തെ രാജാവായിരുന്നത് ബാലാക്ക് എന്നവനായിരുന്നു. ആ രാജാവ് ഇപ്രകാരം ചിന്തിക്കുന്നു, കാള പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള സകലത്തെയും നക്കിക്കളയും എന്ന് രാജാവ് ഇസ്രായേൽ മക്കളെ കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം രാജാവ് ഒരു തീരുമാനമെടുത്തു. അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് വരാം. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബെലയാമിനെ വിളിപ്പാനായി അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. അവിടെ ബാലാക്ക് ബിലയാം എന്ന പ്രവാചകന്റെ അടുക്കലേക്ക് കുറച്ച് പേരെ അയച്ചുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അയച്ചു. അതിന് താഴത്തെ വാക്യം വായിക്കാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരെല്ലാം തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ദൈവത്തെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവവചനത്തിന് യാതൊരു ബന്ധനവുമില്ല. ദൈവം പുറപ്പെടുവിച്ചുവെങ്കിൽ, ദൈവം പേർ ചൊല്ലി വിളിച്ചുവെങ്കിൽ, ദൈവം ജനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ജനത്തെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? കല്ല്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കൈതൊടാതെ പറഞ്ഞു വന്നതായിട്ടുള്ള ഒരു കല്ല് സർവബിംബത്തെയും തകർത്തുകൊണ്ട് മഹാപർവ്വതമായി വളർന്നു. ഹല്ലേലൂയ. ഭൂമിയിലൊക്കെ നിറഞ്ഞതായ സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ വളരുന്നവരാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിന്റെ സുവിശേഷത്തിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു ശക്തിക്കും തോൽപ്പിക്കുവാൻ സാധ്യമല്ല. അവർ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം മരിച്ചവനല്ല, അവൻ ജയിച്ചവനായ ദൈവമാകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവർ ഇസ്രായേൽ മക്കൾ സർവ്വദേശത്തും മൂടിയിരിക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണം, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമെന്ന് അവനോട് പറഞ്ഞു. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാർ ആയിരിക്കുകൊണ്ട്, ഏറ്റവും ബലവാന്മാരായിരിക്കുകൊണ്ട് അവരെ തോൽപ്പിച്ച ദേശത്ത് നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും, എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ബിലിയാമിനോട് പറയുകയാണ്, നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ജയിക്കുവാൻ കഴിയുമായിരിക്കും, പക്ഷേ നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്നും നീ ശപിച്ചാൽ ശപിക്കപ്പെടുമെന്നും ഞാൻ അറിയുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു രാജാവിനും നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. രാജാവ് ബിലയാമിന്റെ അടുക്കൽ കടന്നു ചെന്ന് പറയുകയാണ്, ഈ ജനത്തെ നീ ശപിക്കണം. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മോവാബി മൂപ്പന്മാരും മിദ്യാനി മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്ന ദക്ഷിണയുമായി ബിലയാമിന്റെ അടുക്കൽ ചെന്നു ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ബിലയാമിന്റെ അടുക്കലേക്ക് കടന്നു വന്നത് ഇസ്രായേൽ ജനത്തെ ശപിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ഈ ബിലയാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ പാർപ്പിൽ, ഞാൻ യഹോവയോട് അരുളപ്പാട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് വരാം. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യരാർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാനായിട്ട് വിളിച്ചപ്പോൾ അവൻ പറയേണ്ടത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ ബിലയാം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർക്കുക, ഞാൻ യഹോവയുടെ അരുളപ്പാട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പറഞ്ഞപ്പോൾ ആ രാത്രിയിൽ ദൈവം അവന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം ചോദിച്ചു, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യരാർ. നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ദൈവജനത്തെ നടത്തേണ്ടതിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തപ്പെടേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ എന്തുകൊണ്ട് നമുക്കാകേണ്ടതുപോലെ ആയിത്തീരുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ബിലയാമിന്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, അവൻ അനീതിയുടെ കൂലി കൊതിക്കുന്നവനായി തീരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാം ആരുടെ പക്ഷത്താണ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചത് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാനും ദൈവത്തിന്റെ ജനത്തിന്റെ പക്ഷത്ത് നിൽക്കുവാനുമാണ്. എന്നാൽ ബിലയാമിന്റെ കൂടെയുള്ള ജനം ആരാകുന്നു എന്ന് ദൈവം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, നിന്നോടുകൂടെ പാർക്കുന്നവർ ആരാകുന്നു? ഇന്ന് ദൈവം ആ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ നാം ആരോടുകൂടെയാണ് പാർക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിലാണ് നാം ആയിരിക്കുന്നത്, ദൈവത്തിന്റെ അരുളപ്പാടാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഘോഷിക്കുന്നത്. എന്നാൽ നമ്മോടൊപ്പം പാർക്കുന്നവർ, നമ്മോടൊപ്പം പ്രാർത്ഥിച്ചവർ ആരാകുന്നു എന്ന് ദൈവസന്നിധിയിൽ നാം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇന്ന് ന്യായവിധിക്ക് അവസരമുണ്ടാകരുത്. ദൈവത്തിന്റെ ആലയത്തിൽ ഒരു അപ്പോസ്തലനായി സുവിശേഷത്തിനായി കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ജനത്തോട് കൂടെ നിൽക്കേണ്ടതിന് വേണ്ടിയാണ്. കർത്താവ് തൻ്റെ ജനത്തെ അധികമായി സ്നേഹിക്കുന്നു, കർത്താവ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നു, കർത്താവ് തൻ്റെ ജനത്തെ നടത്തുന്നു, കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നു. ആ പാതയിൽ കൂടെ നാം ആയിരിക്കണം. ഇവിടെ ബിലയാം അവരെ രാത്രിയിൽ പാർപ്പിച്ചപ്പോൾ ദൈവം അവരോട് ചോദിക്കുന്നു, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യരാരാകുന്നു? ഉടനെ ബിലയാം ദൈവത്തോട്,
ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. ഹല്ലേലൂയ. ഏതാകുന്ന അവൻ പറയുന്നില്ല. ഒരു ജനം മിസ്രൈമിൽ നിന്ന് വന്നു. മിസ്രൈമിൽ നിന്ന് വന്നത് ഒരു ജനം മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേൽ ജനമാണ്. ഹല്ലേലൂയ. ഇവനറിയാം ഫറവോന്റെ കയ്യിൽ നിന്ന് ദൈവം ജനത്തെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. ആ ജനത്തെ തോൽപ്പിക്കുവാൻ, തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. സർവശക്തനായ ജീവനുള്ള ദൈവം അവരോട് കൂടെയുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയുന്നതായ ബിലെയാം ഇപ്രകാരം പറഞ്ഞു: ഏതോ ഒരു ജനം വന്നു മിസ്രൈമിൽ നിന്ന്, അവരെ ശപിപ്പാൻ എന്നെ വിളിക്കുവാൻ ഇവരെ അയച്ചിരിക്കുന്നു. ഉടനെ ദൈവം അവനോട്, പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവം ബിലെയാമിനോട് അവരോടുകൂടെ പോകരുത്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. ദൈവം ബിലെയാമിനോട് പറഞ്ഞു, നീ അവരോടുകൂടെ പോകരുത്, ദൈവത്തിന്റെ വചനമനുസരിപ്പാൻ തയ്യാറായിരിക്കണം. ഇന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ പോകുന്നവരാണ് നമ്മൾ എല്ലാവരും. ഇവിടെ ബിലെയാമിനോട് പറഞ്ഞു, നീ അവരോടുകൂടെ പോകരുത്. രണ്ടാമത് അവനോട് പറയുന്നു, ആ ജനത്തെ നീ ശപിക്കരുത്. മൂന്നാമത് അവനോട് പറയുന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാണ് ജനം, കാരണം അനുഗ്രഹിക്കുന്ന ദൈവം അവരോട് കൂടെയുണ്ട്. ഇന്ന് ദൈവം നമ്മെ ഈ ആലയത്തിലാക്കി വെച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ജനത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനാണ്. ദൈവത്തിന്റെ ജനത്തെക്കാൾ ആരും ശ്രേഷ്ഠരല്ല. ദൈവം തൻ്റെ ജനത്തെയാണ് സ്നേഹിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നീ അവരോടുകൂടെ പോകരുത്. രണ്ട്, ജനത്തെ നീ ശപിക്കരുത്. മൂന്ന്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ മൂന്ന് കാര്യം ദൈവം ബിലെയാമിനോട് പറഞ്ഞു. ഒന്ന്, നീ പോകരുത്. രണ്ടാമത് പറഞ്ഞു, അവരെ നീ ശപിക്കരുത്. മൂന്നാമത് പറയുന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നത് പോകരുത് എന്ന് പറഞ്ഞാൽ നാം പിന്നെ അങ്ങോട്ട് ചിന്തിക്കുക പോലും അരുത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജനത്തെ നീ ശപിക്കരുത്. ശപിക്കുന്നവരായിട്ടല്ല, അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നാം പലപ്പോഴും ശപിക്കുന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, നിന്റെ ജനത്തെ ശപിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഇടവരരുതേ, അപ്രകാരമുള്ള ഒരു മനസ്സ് എനിക്ക് തരരുതേ എന്ന് ദൈവസന്നിധിയിൽ അനുദിനം നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മൂന്നാമത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആരെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം കുറ്റങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും, എന്തെല്ലാം തെറ്റുകളുണ്ടെങ്കിലും, എന്തെല്ലാം അവിശ്വസ്തകളുണ്ടെങ്കിലും, ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ ശപിക്കരുത്, അവർ എൻ്റെ ജനമാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനമാണ് ഈ ആലയത്തിലുള്ളത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുവിച്ചതുപോലെ അന്ത്യകാലത്ത് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരാലയം ഒരുക്കി. ആ ആലയം സർവ്വജാതികൾക്കുമുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനാലയമാണ്. അവർ ആരാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ജനമാണ്. നാം ഭാഗ്യവാന്മാരാണ്, നാം ശ്രേഷ്ഠരാണ്, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നാം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ജനമാണ്. എന്നാൽ നമ്മുടെ അനുഗ്രഹം ശാപമായി തീരുവാൻ ഇടവരരുത്. ഇവിടെ ബിലെയാമിനോട് ദൈവം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
അപ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് അപ്പുറം നാം പോകരുത്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് അവരുടെ പ്രഭുക്കന്മാരോട് നിങ്ങളുടെ ദേശത്തേക്ക് പോകുവാൻ നിങ്ങളോട് കൂടെ പോരുവാൻ യഹോവ എന്നെ അനുവാദം തരുന്നില്ല എന്ന് അവിടെ പറയുന്നത് നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ അനുവാദം തരുന്നില്ല. ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ അനുവാദം തരാത്തത് കൊണ്ടാണ് വരാത്തത്, എനിക്ക് വരുവാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അവരോട് പറയുന്നത് യഹോവ എനിക്ക് അനുവാദം തരാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ പോരുന്നില്ല. രണ്ടാമത് മോവാബിയ പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലയാമിന് ഞങ്ങളോടുകൂടെ പോരുവാൻ മനസ്സില്ല എന്ന് അയക്കപ്പെട്ടവർ രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവന്റെ അടുക്കിലേക്ക് അയച്ചു. അപ്പോൾ അവൻ ഒരു പറ്റം ആളുകളെ ബിലയാമിന്റെ അടുക്കിലേക്ക് അയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, യഹോവ എന്നെ അയച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഉടനെ രാജാവ് അതിൽ ശ്രേഷ്ഠമായ ചില വ്യക്തികളെ ഈ ബിലയാമിന്റെ അടുക്കിലേക്ക് അയച്ചു. എന്നിട്ടോ അവർ ബിലയാമിന്റെ അടുക്കൽ വന്ന് അവനോട് എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുത്, ഏറ്റവും ബഹുമാനിക്കും, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. വേറെ ഒരു കൂട്ടത്തെ കൂടെ അവന്റെ അടുക്കിലേക്ക് അയച്ചു. അതിന് താഴത്തെ വാക്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വായിക്കുകയാണ്. ബിലയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ഹല്ലേലൂയ. എനിക്ക് എത്ര വെള്ളിയും പൊന്നും തന്നാലും ദൈവത്തിന്റെ കൽപ്പന വിട്ട് എനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം കൂടി വായിക്കാം. ഇനിയും എന്നോട് എന്തരളി ചെയ്യും ഞാൻ അറിയട്ടെ. ഈ രാത്രി ഇവിടെ പാർപ്പിൻ. അവൻ പറഞ്ഞു, എന്റെ വീട് നിറച്ച് പൊന്നും വെള്ളിയും തന്നാലും ഞാൻ നിങ്ങളോടുകൂടെ പോരുകയില്ല. ഇത് പറഞ്ഞതിന്റെ അർത്ഥം വെള്ളിയും പൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ദൈവം പറയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ വരുന്നില്ല. എന്നിട്ട് രണ്ടാമത് പറയുന്നത്, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ പാർപ്പിൻ. ഇത്ര തറപ്പിച്ച് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും അവരെ പാർപ്പിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ അവന്റെ ഉള്ളിലെ ആഗ്രഹമാണ് പുറപ്പെട്ടു വന്നത്, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ. യഹോവ ഇനി എന്താണ് അരുളി ചെയ്യുന്നത്? എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കണം. നാം വീണ്ടും വീണ്ടും ആലോചന ചോദിച്ചാൽ ദൈവം നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം വിടും. അത് നമ്മുടെ ജീവിതം നാശത്തിലായി പോകും. ഇവിടെ രണ്ടാമത് അരുളപ്പാട് ചോദിക്കുവാൻ അവർ നിർത്തി. ദൈവം അവനോട് പറഞ്ഞു, രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകാം. ദൈവത്തിന് മനസ്സിലായി ബിലയാമിന്റെ ഉള്ളിൽ എന്താകുന്നു എന്നുള്ളത്. അവന്റെ ഉള്ളിൽ അവരോടുകൂടെ പോകണമെന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ജനത്തെ ശപിക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ രാത്രിയിൽ അവനോടുകൂടെ നിർത്തിയത്. ദൈവത്തിനറിയാം നമ്മുടെ ഉള്ളിൽ എന്താകുന്നു എന്നുള്ളത്. ദൈവത്തിനറിയാം നമ്മുടെ വഴികൾ, ദൈവത്തിനറിയാം നമ്മുടെ പ്രവൃത്തികൾ, ദൈവത്തിനറിയാം നമ്മുടെ ചിന്തകൾ, ദൈവത്തിനറിയാം നമ്മുടെ ആഗ്രഹം, ദൈവത്തിന് അറിയാം നമ്മുടെ പ്രവൃത്തികളെല്ലാം. ദൈവത്തെ മറച്ചു വെക്കുവാൻ ഒന്നിനും സാധ്യമല്ല. വെള്ളി കൊണ്ട് പൊന്നുകൊണ്ട് മൂടിയാലും ഞാൻ വരികയില്ല എന്ന് പറഞ്ഞ് അവർ വിടേണ്ടതിന് പകരം അവര് രാത്രിയിൽ അവനോടൊപ്പം താമസിപ്പിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചത് ദൈവത്തിൻ്റെ വാക്ക് അതുപോലെ പ്രവർത്തിക്കേണ്ടതിനാണ്. ഉവ്വ് എന്ന് പറഞ്ഞാൽ മാറ്റി പറയുന്നവനല്ല ദൈവം. പലരും അത് അവിശ്വസിക്കുന്നു, പലരും അത് തെറ്റിദ്ധരിക്കുന്നു, ദൈവം പറഞ്ഞതുപോലെ അല്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, ദൈവം പറഞ്ഞത് തന്നെയാണ്. ഹല്ലേലൂയ. രണ്ടാമത് അറിയേണ്ടതായിട്ടുള്ള ഒരു സത്യം,
ദൈവം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ശരിയെന്ന് പറഞ്ഞു വിടുന്നവനാണ്. കാരണം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണ്. ദൈവം അവനോട് പറഞ്ഞു, നീ അവരോടുകൂടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? അവൻ്റെ ഉള്ളിലെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരുന്നില്ല. ഇന്ന് നാം ചിന്തിക്കുന്നതിനൊത്തവണ്ണമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ. ദൈവം ജനത്തെ വിട്ടു നിൽക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് അറിയണം. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ അനേകർ ദൈവത്തിൻ്റെ ആലയം വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയി, ദൈവത്തിൻ്റെ ജനം വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയി, സ്വന്തമായി പലതും ചെയ്യുവാനായിട്ട് ഓടിപ്പോയി. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ വിട്ട് നിൽക്കുന്നവനല്ല. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അവരെ നീ ശപിക്കരുത്, അവരോടുകൂടെ പോകുകയുമരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമായി ചിന്തിച്ചാൽ ദൈവം പറയും നീ പൊയ്ക്കോ എന്ന്. ഇവിടെ ബിലെയാമിനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ അവരോടുകൂടെ പോകാം, നീ പുറപ്പെട്ട് അവരോടുകൂടെ പോകാം. പലരും പറയുന്നുണ്ട്, എന്നോട് ദൈവം സംസാരിച്ചു അങ്ങോട്ട് പോകാൻ. നിന്നോട് പറഞ്ഞത് ദൈവം തന്നെയാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ അത് നിന്റെ ഉള്ളിലെ ആഗ്രഹമാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. ഇന്ന് നീ ചിന്തിക്കേണ്ടത്, ദൈവമായിരിക്കാം പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ വലിയ പ്രവാചകനായിരിക്കാം, നീ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള വലിയ മകനായിരിക്കാം. പക്ഷെ നിന്റെ ആലോചനയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഇസ്രായേൽ ജനം ഒരു രാജാവിനെ വാഴണം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിങ്ങൾക്ക് രാജാവായി ഇരിക്കുന്നത് പോരെയോ എന്ന് ചോദിച്ചു. അവർ വീണ്ടും ഞങ്ങൾക്കൊരു രാജാവിന് വേണം. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു രാജാവിനെ തരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആയിരിക്കാം പറഞ്ഞത്, പക്ഷെ നിന്റെ ഉള്ളിലെ ആഗ്രഹമാണ് ദൈവം നിന്നോട് പറഞ്ഞത്. അത് നാശത്തിൻ്റെ വഴിയാകുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം ഒരാലോചന പറഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ല. അത് ഞാനായാലും അത് നിങ്ങളായാലും അതാരായാലും അതിനപ്പുറത്തേക്കൊന്നില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ അത് തന്നെ ചിന്തിച്ചിരുന്നാൽ അതിൻ്റെ വ്യക്തമായി തെളിവ്, ആദ്യം വന്നപ്പോൾ അവരെ വീട്ടിൽ പാർപ്പിച്ചു, രണ്ടാമത് വന്നപ്പോഴും അവരെ വീട്ടിൽ പാർപ്പിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അവരോടുകൂടെ പൊയ്ക്കൊള്ളുക. അപ്പോൾ ദൈവമാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞു പോയാൽ അത് നാശത്തിലേക്കാകുന്നു എന്ന് മറന്നു പോകരുത് എന്ന് ഈ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യത്തിലേക്ക് വരാം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ, രണ്ടാമത് പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് അവനോട് കൽപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു. ബിലെയാം രാവിലെ എഴുന്നേറ്റു, അവന് സന്തോഷമായി. അവൻ ഉറക്കമില്ല, കാരണം രാജാവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ദൈവം പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവൻ അതികാലത്തെ എഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ട് അവൻ യാത്ര പുറപ്പെട്ടു. അതിന്റെ താഴ്ത്ത വായിക്കാം. പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നീയല്ലേ പറഞ്ഞത് പോകുവാൻ, നീയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതിയെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് നീ കോപിക്കുന്നത്? മനസ്സിലാക്കിക്കോ, ദൈവം നാം നിർബന്ധിച്ചാൽ ദൈവം നമ്മെ വിടുക തന്നെ ചെയ്യും. എന്നാൽ പ്രതിയോഗിയായി ദൈവം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മറന്നു പോകരുത്. ഞാൻ പോകുന്ന വഴി ശരിയാണെന്ന് തോന്നാം, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നാം, ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് എന്ന് തോന്നാം. പക്ഷേ ഒരു മനുഷ്യന് തൻ്റെ വഴി ചൊവ്വുള്ളതായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. ഇവിടെ ദൈവം അവന് നേരെ, ആ വാക്യം വായിക്കാം. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. എന്തുകൊണ്ടാണ് ജ്വലിച്ചത്? പോകുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. ദൈവത്തിന്റെ ജനത്തെ ശപിക്കുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു.
ദൈവത്തിന്റെ ജനത്തെ വിട്ട് ഒരു നിമിഷം മാറി നിൽക്കുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്കപ്പുറം പോകുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. ഞാൻ അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പോകുന്നത് കൊണ്ട് യഹോവയുടെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. പോകുന്ന വഴി നീ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ദൈവം അനുകൂലമായി നമ്മോട് കൂടെ വേണം. ദൈവത്തിന്റെ അരുളപ്പാട് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, ദൈവം നേരിട്ട് സംസാരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം മുന്നമേ പറഞ്ഞത് ഒരിക്കലും വിട്ട് നിൽക്കുന്നവനല്ല. പറഞ്ഞതുപോലെ ഉറച്ചു നിൽക്കുന്നവനും അതിനപ്പുറമായി ചെയ്യുന്നവരെ പ്രതികൂലമായി കോപത്തോടുകൂടെ നോക്കുന്നവനുമാണവൻ. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം, അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. 2 ബാല്യക്കാരൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചു നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത കണ്ടു, ബിലെയാം കണ്ടില്ല. ഹല്ലേലൂയ. കഴുതയ്ക്ക് അത് കാണുവാനായിട്ട് കഴിഞ്ഞു, ബിലെയാമിന് അത് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അനേക ശ്രേഷ്ഠന്മാർ, കൊള്ളാകുന്നവർ, യോഗ്യന്മാർ ഉണ്ടായിട്ടും ദൈവം നമ്മോട് കരുണ കാണിച്ചു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കുലഹീനവും നികഷ്ടവും ലോകത്തിൽ ഏതുമില്ലാത്തതുമായിരിക്കുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു, ഒരുപാട് ഉന്നതന്മാരുണ്ടായിരുന്നു, ഒരുപാട് ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, ഒരുപാട് വെളിപ്പാടുള്ളവരുണ്ടായിരുന്നു, ദൈവം നേരിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള അനേകരുണ്ടായിരുന്നു. എന്നാൽ കഴുതയ്ക്കാണ് ദൂതനെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. കഴുതയ്ക്കാണ് ദൂതനെ കാണുവാനായിട്ട് കഴിഞ്ഞത്. കാരണം കഴുതയോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ കൊള്ളരുതാത്തവനാകുന്നു, നമ്മളെല്ലാവരും യോഗ്യരല്ല, എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഉന്നതന്മാരെയും ജ്ഞാനികളെയും ശ്രേഷ്ഠന്മാരെയും അല്ല, കഴുതയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തതായിട്ടുള്ള കഴുതയെ ദൈവം അന്വേഷിച്ച് കെട്ടുകളഴിച്ച് അതിൻ്റെ മേൽ വാഹനമേറിയത്. ഹല്ലേലൂയ. ഉന്നതന്മാർക്ക് കാണുവാൻ കഴിയാത്തത് എളിയവർക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കാരണം കഴുതകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. കഴുതയുടെ മേൽ വാഹനമേറുന്നവനാണ് നമ്മുടെ ദൈവം. കഴുതയുടെ കണ്ണുകളെ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. കഴുതയെ വഴി നടത്തുന്നവനാണ് ദൈവം. ഇവിടെ ബിലെയാം കണ്ടില്ല, കഴുത ഊരിപ്പിടിച്ച വാളുമായി ദൂതൻ മുമ്പിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അതിന് താഴ്ത്ത വാക്യം, കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുത വയലിലേക്ക് പോയി. വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. എന്നിട്ടോ പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും അതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്നു. അപ്പോൾ ഒന്ന്, അവൻ ആദ്യം വിശാലമായ വഴിയിലായിരുന്നു. ആ വഴിയിൽ ദൈവത്തിൻ്റെ ദൂതൻ നിന്നപ്പോൾ ആ കഴുത ഇവനെ കൊല്ലാതിരിക്കുവാൻ വയലിലേക്ക് ഇറങ്ങിപ്പോയി. ദൈവത്തിൻ്റെ ഒന്നാമത്തെ മുന്നറിയിപ്പാണ്, നിന്റെ വഴി വിശാലമായ വഴി ഞെരുക്കത്തിലേക്ക് പോകുന്നെങ്കിൽ ദൈവം നിനക്ക് പ്രതിയോഗിയായി കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ചെയ്തത് മാനസാന്തരപ്പെടേണ്ടതിന് പകരം അവൻ കഴുതയെ അടിക്കുകയാണ് ചെയ്തത്. ആ കഴുത വയലിൽ നിന്ന് കയറി രണ്ടാമത് ചെന്നത്, പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്നു. ഇനിയെങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി പോകട്ടെ. ഇടുക്ക് വഴിയിൽ നിന്നപ്പോഴും അവൻ വീണ്ടും കഴുതയെ അടിച്ചു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി ബിലെയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. കാരണം
യജമാനൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ ഒതുങ്ങിപ്പോയപ്പോൾ അവൻ തകർന്നു പോകാതിരിക്കേണ്ടതിന് ഒതുങ്ങിപ്പോയപ്പോൾ അവന്റെ കാല് മതിലിൽ മേൽ ഞെക്കി അവൻ അതിനെ വീണ്ടും അതിനെ അടിച്ചു. എന്നിട്ട് അതിന്റെ താഴ്ത്ത വാക്യം, ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരിടുക്കിടയിൽ നിന്നു യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. കാരണം കഴുതയ്ക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ദൂതൻ മുമ്പിൽ നിൽക്കുകയാണ്. ബിലെയാമിൻ്റെ തല അറ്റുപോകും. അതുകൊണ്ട് അവൻ ബിലെയാമിൻ്റെ കാൽക്കൽ വീണ് കിടന്നു. എന്നിട്ടോ ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതിയ വടികൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യവും അവന്റെ ജീവിതത്തിൽ ഞെരുക്കം വന്നപ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ കഴുതയെ അടിക്കുകയാണ് ചെയ്തത്. എന്നാൽ അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട് ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? നീ എന്നെ 3 പ്രാവശ്യം അടിച്ചു, ഞാൻ നിന്നോട് എന്താണ് ചെയ്തത്? ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 3 പ്രാവശ്യം ബിലെയാം കഴുതയെ അടിച്ചു. ഈ 3 പ്രാവശ്യവും ദൈവം അവന് മാനസാന്തരപ്പെടുവാനുള്ള അവസരമാണ് നൽകിയത്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മോട്, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തതായിട്ടുള്ള നമ്മോട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കം എന്നുള്ളത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. നമുക്ക് മുമ്പേ ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിൻ്റെ ദൂതൻ പ്രതിയോഗിയായി നിൽക്കുന്നു. ഈ പ്രതിയോഗിയായ ദൂതൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ വീണ് കിടന്നതായിട്ടുള്ള കഴുതയെ വീണ്ടും അടിക്കുന്നു. ദൈവം കഴുതയുടെ വായ തുറന്നു. ഹല്ലേലൂയ. കഴുതയുടെ വായ തുറന്നപ്പോൾ എങ്കിലും ബിലെയാം വിചാരിക്കേണ്ടതായിരുന്നു, ഇതുവരെയും സംസാരിക്കാത്തതായിട്ടുള്ള കഴുത എങ്ങനെ സംസാരിച്ചു? ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, പാമ്പ് സ്ത്രീയോട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒരു മൃഗവും സംസാരിച്ചിട്ടില്ല. പിന്നെ സംസാരിച്ചത് ബിലെയാമിന്റെ കഴുതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുതകളാകുന്ന നമുക്ക് അവനെ കാണുവാനുള്ള അവസരം ലഭിച്ചു. 2, നമ്മുടെ വായ തുറന്നത് മനുഷ്യനല്ല. അതിനർത്ഥം ബുദ്ധിയുടെ പ്രമാണമല്ല, ജ്ഞാനത്തിൻ്റെ പ്രമാണമല്ല, ലോകത്തിൻ്റെ പ്രമാണമല്ല, ദൈവമാണ് നമ്മുടെ വായ തുറന്നത്. ഹല്ലേലൂയ. ഇതുവരെയും തുറക്കാതിരുന്നതായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെ വായ തുറന്നത് സർവശക്തനായ ദൈവമാകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഉന്നതന്മാർ മാറിപ്പോയപ്പോൾ, ശ്രേഷ്ഠന്മാർ മാറിപ്പോയപ്പോൾ, കൊള്ളാകുന്നവർ മാറിപ്പോയപ്പോൾ, ദൈവം കഴുതയാകുന്ന എന്നെയും നിങ്ങളെ സ്നേഹിച്ച് നമ്മുടെ കണ്ണുകളെ തുറന്ന് നമ്മുടെ വായെ തുറന്ന് നമ്മെ നിലനിർത്തിയത് ദൈവമാണ്. നീ എന്നെ അടിക്കുവാൻ എന്താണ് കാരണം? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അതിന് താഴത്തെ വാക്യം, കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു. എന്നാൽ കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഇത്രയും നാൾ നീ എന്റെ പുറത്തല്ലയോ കയറി നടന്നത്? എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. ബിലെയാമിന്റെ കണ്ണ് തുറക്കുവാൻ മതിയായവനാണ് ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിൽ ആക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ കണ്ണുകളെ തുറന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നാം മുഖേന അനേകരുടെ കണ്ണുകൾ തുറന്നു വരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഉന്നതന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, കൊള്ളാകുന്നവരുണ്ട്. അവരെല്ലാവരും ഈ ആലയത്തെക്കുറിച്ച് പലതും പറയുന്നു. എങ്കിലും ഈ ആലയം മുഖേന അനേകരുടെ കണ്ണുകളെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. കാരണം ജീവനുള്ള ദൈവം
കഴുതയാകുന്ന നമ്മോട് കൂടെയുണ്ട്. ജീവനുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ജനമാണ് നാം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുയേൽ എന്ന് പേർ വിളിക്കപ്പെട്ടതായ അവന്റെ ജനമാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ബിലെയാമിന്റെ കണ്ണ് ദൈവം തുറന്നു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവന്റെ കാൽക്കൽ വീഴാതെ രക്ഷയില്ല. എന്നിട്ടോ അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ഇന്ന് സർവശക്തനായ ദൈവം നമ്മോട് പറയുവാൻ ഇടവരരുത്, നിന്റെ വഴി നാശകരമാകുന്നു. ബിലെയാമിന്റെ കഴുതയെ പോലെ കർത്താവിനെ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. യജമാനെ പറയുന്ന വഴിയിൽ കൂടെ വേണം നാം മുന്നോട്ട് പോകുവാൻ. അനേകരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നവരായി നാം തീരണം. അനേകരെ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നവരായി നാം തീരണം. ദൈവം നമ്മുടെ വായു തുറന്നു എങ്കിൽ ആ വായു കൊണ്ട് നമ്മൾ സംസാരിക്കുന്നവരായിരിക്കണം. നമ്മെ വിളിച്ചത് ലോകത്തിൻ്റെ അറ്റത്തോളം അവൻ്റെ സാക്ഷിയായി തീരേണ്ടതിനാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം ജനത്തോട് കൂടെയുണ്ട്. ദൈവം ആലയത്തോട് കൂടെയുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തതൊന്നും മാറിപ്പോകുന്നതല്ല. അത് അവസാനം വരെയും പറഞ്ഞത് പ്രവർത്തിപ്പാൻ നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാകുന്നു. എന്നാൽ പറയുന്നു, നിന്റെ വഴി നാശകരമാകുന്നു. ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു. ജീവനോട് രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. അപ്പോഴും അവൻ പറയുന്നത്, ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയാതെ തിരിച്ചവൻ പോകേണ്ടതിന് പകരം, നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യൂദയുടെ ലേഖനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. യൂദയുടെ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇവനോ തങ്ങൾ അറിയാത്ത എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം. കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. അപ്പോൾ ബിലെയാമിന് വന്ന തെറ്റെന്താണ്? ഒന്ന്, ദൈവം അവനോട് സംസാരിക്കുന്നു എന്നുള്ള അഹങ്കാരം. രണ്ടാമത്, അവൻ്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള തെറ്റ്, അവൻ അനീതിയുടെ കൂലി കൊതിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. യൂദയ്ക്ക് പറ്റിയതായിട്ടുള്ള തെറ്റും അത് തന്നെയാണ്. അവൻ കൂലി കൊതിച്ചു, വഞ്ചനയിൽ അകപ്പെട്ടാൽ, കൂലി കൊതിച്ചാൽ അതിൻ്റെ അനന്തരഫലം ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടമായി പോകുമെന്നുള്ളതാണ്, തകർന്നു പോകുമെന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നത്, അനീതിയുടെ കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടി വായിക്കാം. 15ഉം 16ഉം വാക്യങ്ങൾ. 2 പത്രോസ്. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നേർവഴി തെറ്റി എന്നുള്ളതാണ്. വഴി ഒന്നേ ഉള്ളൂ, അത് സർവശക്തനായ യേശു മാത്രമേ ഉള്ളൂ. നേർവഴി എന്നുള്ളത് നമ്മെ നേർവഴി കാണിച്ചത് ദൈവമാണ്. രണ്ടാമത്, നമ്മെ നേർവഴി ഉപദേശിച്ചത് ദൈവത്തിൻ്റെ ആലയമാണ്. 3, നമ്മെ നേർവഴി കാണിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്.
ഇന്ന് ആ വഴി നീ തെറ്റിയാൽ നിന്റെ എല്ലാം തെറ്റി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു കളഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, അവിടെ അനീതിയുടെ കൂലി അവൻ കൊതിച്ചു, നേർവഴി തെറ്റി ബിലെയാമിന്റെ വഴിയിൽ കൂടി നടന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവം ശത്രുക്കളെ തകർത്തതിനോടൊപ്പം അവനെയും കൊന്നുകളഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നു. ബിലെയാമിനെ ശത്രുക്കളോടൊപ്പം ദൈവം തകർത്ത് കളഞ്ഞു. കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, നേർവഴി തെറ്റിയതുകൊണ്ടാണ്. ഇന്ന് ദൈവം നമ്മെ ഉപദേശിക്കുന്നത് നേർവഴിയിൽ കൂടി നാം പോകേണ്ടതിനാൽ. ദൈവം പറഞ്ഞതുപോലെ നാം പ്രവർത്തിക്കണം. രണ്ടാമതൊരു ചോദ്യത്തിന് അവസരം വന്നാൽ അത് നമ്മെ നാശത്തിലേക്കാകുന്നു പോകുന്നതെന്ന് അറിയണം. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് ദൈവം നമുക്ക് എതിരായി നിൽക്കുന്നു എന്ന് നാം അറിയണം. നമ്മുടെ തെറ്റുകളെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നില്ല എങ്കിൽ ബിലെയാമിനെ പോലെ നമ്മൾ നശിച്ചു പോകുമെന്ന്, യോധയെ പോലെ നമ്മൾ നശിച്ചു പോകുമെന്ന് സർവശക്തനായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. എന്നാൽ ഈ ബിലെയാമിനോട് ദൈവം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, എന്നാൽ ഞാൻ പറഞ്ഞതേ പറയാവൂ. ഇനി വേണമെങ്കിൽ ഞാൻ മടങ്ങി പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവം അവനോട് വീണ്ടും പറഞ്ഞു, നീ പോയിക്കൊള്ളുക. പക്ഷേ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ അവന്റെ വായ ദൈവം തുറന്നില്ല. ഹല്ലേലൂയ. അവന്റെ മേൽ ദൈവത്തിന്റെ കരം വെച്ചു. അവൻ പറഞ്ഞതെല്ലാം അനുഗ്രഹമായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ശപിക്കുവാൻ ആര് പുറപ്പെട്ടാലും ഒരു ശാപവും നമ്മെ ഏൽക്കുകയില്ല. രണ്ടാമത്, നമ്മെ ശപിക്കുവാൻ എത്ര വലിയ രാജാവ് ആഗ്രഹിച്ചാലും ശപിക്കുന്നവരിൽ കൂടെ അനുഗ്രഹങ്ങളെ പറയിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. കാരണം ദൈവം തൻ്റെ ജനത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു ശത്രുവിനെ നമ്മെ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. ഒരു ശാപവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമുക്ക് വിരോധമായി ഉണ്ടാക്കിയ ആയുധങ്ങളൊന്നും ഫലിക്കുവാൻ ഇടവന്നിട്ടില്ല. കാരണം അവരെ നീ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. ദൈവം കൂടെയുള്ള ജനം പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. ഒരു രാജാവിന് നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന അത്ര ശക്തമാണ്. നമ്മുടെ പ്രാർത്ഥന അത്ര വലിയ ശ്രേഷ്ഠമാണ്. നമ്മുടെ പ്രാർത്ഥന മറുപടി നൽകുന്ന ജീവനുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം വ്യാകുലപ്പെടുന്നത് എന്തിന്? ആ ഏത് രാജാവ് നമുക്കെതിരെ വന്നാലും, എത്ര വലിയ പ്രവാചകൻ നമുക്കെതിരെ വന്നാലും, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വായ തുറന്നവൻ അവസാനം വരെയും നിലനിർത്തുവാൻ മതിയായവനാകുന്നു. അവൻ എളിയവരോടുകൂടെ നിൽക്കുന്ന ദൈവം, അനാഥരോടുകൂടെ നിൽക്കുന്നതായിട്ടുള്ള ദൈവം, ഒരു യോഗ്യതയുമില്ലാത്തവരോടുകൂടെ നിൽക്കുന്ന ദൈവം, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ അന്യരും പരദേശികളും പ്രത്യാശയില്ലാത്തവരുമായിരുന്ന നമ്മെ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഒന്നാക്കി തീർത്തു. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാം അടിമത്തത്തിലായിരുന്നു. ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിടാതിരിക്കുവാൻ ഒരുപാട് പയറ്റി നോക്കി. പക്ഷേ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. രണ്ടാമത്, പ്രതിയോഗിയായി നിന്നതായിട്ടുള്ള ഫറവോനെ, അവൻ്റെ സകല സൈന്യത്തെയും ചെങ്കടലിൽ ദൈവം തള്ളിയിട്ട് കളഞ്ഞു. ഇസ്രായേൽ മക്കളെ
മറുകര കടത്തി അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നൽകി. എന്നാൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വീണു പോയതുപോലെ നമുക്ക് വീണു പോകുവാൻ ഇടവരരുത്. ഒരിക്കലും നേർവഴി തെറ്റരുത്. അനേകർ തെറ്റിക്കുവാനായിട്ട് വരും, അനേകർ ദുരുപദേശവുമായിട്ട് വരും, അനേകർ ഞാൻ വെളിപ്പാട് കിട്ടി എന്ന് പറഞ്ഞ് വരും. ദൈവം എന്നെ അയച്ചത് കൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയും. നിങ്ങളും എന്നോടുകൂടെ പോരെ എന്ന് പറയും. പക്ഷെ പ്രതിയോഗിയായി ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ദൈവം പറഞ്ഞിരിക്കുന്നത്, ആരെല്ലാം ഈ ആലയത്തിൽ നിന്ന് പോയാലും ഞാൻ ഈ ആലയം വിട്ടു പോവുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞത്, നീ പോയാലും ഞാൻ ഇവിടം വിട്ടു പോവുകയില്ല. എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും, എൻ്റെ ജനത്തെ ഞാൻ കൂട്ടിവരുത്തും, എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകും. ഈ ആലയം മഹാപർവ്വതമായി വളരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചതായ ദൈവത്തിന്റെ സന്നിധിയാണ് ഈ പ്രാർത്ഥനാലയം. അതുകൊണ്ട് സ്വന്തം വെളിപ്പാടനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ നിന്റെ വഴി നാശത്തിലേക്കാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അപ്പുറമായ ഒരു ആലോചനയില്ല. നീ വീണ്ടും വീണ്ടും ആലോചന ചോദിച്ചാൽ ദൈവം അത് തന്നെ പറയുകയുള്ളൂ. മനസ്സിലാക്കിക്കോ, അത് എന്നോടും നിങ്ങളോടുമുള്ള ആലോചനയാണ്. നീ വീണ്ടും വീണ്ടും ചോദിച്ചാൽ ദൈവം പറയും അത് തന്നെയാണ് ശരി, അതിലേ പൊയ്ക്കോ എന്നുള്ളത്. പക്ഷേ ആ യാത്ര അവസാനമെത്തുകയില്ല. അവസാനമെത്തണമെങ്കിൽ മോശയെ പോലെ, അബ്രഹാമിനെ പോലെ, ദാനിയേലിനെ പോലെ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും പോലെ, ഏലിയാവിനെ പോലെ, ഏലീശയെ പോലെ, അവസാനം വരെ പിതാക്കന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, ദൈവത്തിൻ്റെ ദാസനെ പോലെ അവസാന ശ്വാസം പോകുന്നത് വരെയും ദൈവത്തിൻ്റെ വാക്കിനോട് എതിരായി മറുചോദ്യം ചോദിക്കാതെ, ദൈവത്തിൻ്റെ വാക്കുകൾക്കപ്പുറമായി നമുക്കൊരു ചിന്ത വരാതെ, ഇതാണോ ശരി അതാണോ ശരി എന്നുള്ള ചിന്ത വരാതെ, ദൈവം പറഞ്ഞത് ശരി എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ മരണം വരെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിച്ചത്, ബിലെയാമിനെ പോലെ നാം ഒരിക്കലുമായി തീരരുത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അപ്പുറമായി മുന്നോട്ട് പോകരുത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അപ്പുറമായി മുന്നോട്ട് പോയാൽ അത് സ്വർഗരാജ്യം നഷ്ടമായി പോകും. ദൈവം പറഞ്ഞെന്ന് വരാം, പക്ഷെ പറഞ്ഞ ദൈവം തന്നെയാണ് മുൻപിൽ അവന് എതിരെ നിന്നത്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുവാനിടയായി തീർന്നു. കാരണം വീണ്ടും വീണ്ടും ചോദിച്ച് ദൈവത്തെ സമ്മതിപ്പിച്ചു. രണ്ടാമത്, എല്ലാം അറിഞ്ഞിട്ടും, ഇസ്രായേൽ ആരാണെന്നറിഞ്ഞിട്ടും, അവരെ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിട്ടും, വലിയ രാജാവായ ഫറവോൻ അവരെ തകർക്കുവാൻ ശ്രമിച്ചിട്ടും ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു എന്നും, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് മറുകര കടത്തിയെന്നും, ഫറവോനെയും അവൻ്റെ സകല സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നും വ്യക്തമായിട്ട് അറിയുന്നതായിട്ടുള്ള ബിലെയാം അതറിയാതെ പോയി. ഹല്ലേലൂയ. അവൻ്റെ ഭാഗത്ത് വന്നതായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാം അറിഞ്ഞിട്ടും അവനൊന്നും അറിയാത്തവനെ പോലെ പ്രവർത്തിച്ചതാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, എല്ലാം അറിഞ്ഞിട്ടും നീ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കരുത് എന്നുള്ളതാണ്. ദൈവം പറഞ്ഞതിനൊത്തവണ്ണം നീ മുന്നോട്ട് പോകണം. ഇടവും വലവും നോക്കിയാൽ നീ തോറ്റുപോകും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നീ നോക്കണം. ഇടവും വലവും നോക്കിയാൽ പിന്തിരിഞ്ഞു പോകും. പുറകിലേക്ക് നോക്കിയാൽ ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഉപ്പുതൂണായി തീരും. എന്നാൽ മുമ്പിലേക്ക് നോക്കിയാൽ, യേശുവിനെ നോക്കിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയും. ആരുടെയും ഉപദേശം കേൾക്കാതെ, ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുന്നവരുടെ കൂടെ നാം ആയിരിക്കാതെ, അവരെ നമ്മോടൊപ്പം പാർപ്പിക്കാതെ ദൈവത്തോട് ചേർന്നായിരിക്കണം. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നിന്ന് പോയവരെല്ലാം ആലയത്തെയും ദൈവത്തെയും ദൈവജനത്തെയും കുറേ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ
എന്ത് തെറ്റുകളുണ്ടെങ്കിലും എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും ദൈവം പറയുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പറയുന്നവൻ പുറത്തു പോകും എന്നുള്ളതല്ലാതെ ദൈവം പുറത്തു പോകുകയില്ല. രണ്ടാമത്, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നവനും വീണ്ടെടുക്കുന്നവനുമാകുന്നു. അപ്പോൾ നമ്മുടെ പാർപ്പ് ആരോടൊപ്പമാണ്? നമ്മുടെ ജീവിതം ആരോടൊപ്പമാണ്? നമ്മുടെ ഹൃദയം ആരോടൊപ്പമാണ്? നമ്മുടെ ചിന്തകൾ ആരോടൊപ്പമാണ്? നാം എവിടെയാണ് നോക്കുന്നത്? ബിലെയാം നോക്കിയത് രാജാവിനെയാണ്. ബാരാക്ക് രാജാവിൻ്റെ അടുക്കൽ പോയി അനീതിയുടെ കൂലി വാങ്ങുവാൻ അവൻ ആഗ്രഹിച്ചു. കാരണം അവനോടൊപ്പം ദൈവമുണ്ട്, എന്നോടൊപ്പം ദൈവമുണ്ട്. ഞാൻ ശപിച്ചാൽ ശാപം വരും, ഞാൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം വരും, ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തിയാകുന്നു എന്നുള്ളൊരു അഹങ്കാരമാണ് ബിലെയാമിൻ്റെ ഉള്ളിലേക്ക് വന്നത്. എന്നാൽ അഹങ്കാരം, നിഗള സ്വഭാവം ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അഹങ്കാരം നമ്മിൽ വരരുത്, ഞാനെന്ന ഭാവം വരരുത്. ദൈവം തന്നതല്ലാതെ യാതൊന്നും നമ്മുടെ പക്കലില്ല. ദൈവം അനുഗ്രഹിച്ചതല്ലാതെ യാതൊന്നും നമ്മുടെ പക്കലില്ല. ദൈവമാക്കിയതല്ലാതെ യാതൊന്നും നമ്മുടെ പക്കലില്ല. ദൈവം കഴുതയുടെ വായ തുറന്നില്ല എങ്കിൽ തുറക്കാതിരുന്നേന്. ദൈവം തുറന്നതുകൊണ്ടാണ് തുറന്നിരിക്കുന്നത്. ദൈവം കണ്ണു തുറന്നതുകൊണ്ടാണ് ദൈവത്തെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നീ തന്നതല്ലാതെ, നീ പറഞ്ഞതല്ലാതെ, നീ നൽകിയതല്ലാതെ ഒന്നുമില്ല. അതെൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുവാനല്ല, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രവർത്തിപ്പാൻ. ഒരിക്കലും നേർവഴി തെറ്റി പോകാതെ, അനീതിയുടെ കൂലി ആഗ്രഹിച്ചു പോകാതെ, നേരായ പാതയിൽ കൂടി നടക്കുവാൻ, ദൈവമേ നിന്റെ ജനത്തോടൊപ്പമായിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഒരിക്കലും ശപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനായിത്തീരാതെ വണ്ണം, ശപിക്കുവാൻ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനായിത്തീരാതെ, ദൈവമേ നിന്റെ പക്ഷത്ത് നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.